ശ്രീനാരായണ പരമഗുരവേ നമഃ. യസ്യ നഃ കൽപ്പതേ സിദ്ധൈ പാദാംബുജരജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീനാരായണ ധർമ്മത്തിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന അനാചാരങ്ങളിൽ ചെന്നുപെടാതെ പുണ്യക്ഷയം സംഭവിക്കുന്ന കർമ്മങ്ങൾ ആചരിക്കാതെ പുണ്യ വർധനവിനു വേണ്ടിയുള്ള കർമ്മത്തെ അനുഷ്ഠിക്കുവാൻ ആണ് ഗുരു നമ്മെ ഉദ്ബോധിപ്പിച്ചത്. അപ്പം ധർമ്മത്തെ വിട്ടുകൊണ്ടുള്ള ലക്ഷ്യം നമ്മൾ എപ്പോഴും ഉറപ്പിക്കേണ്ടത് ധർമ്മമാണ്. അപ്പോൾ ആ ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട്, ധർമ്മത്തെ ആധാരമാക്കിക്കൊണ്ട് പുണ്യവർദ്ധനകരമായിട്ടുള്ള കർമ്മങ്ങളാണ് ഓരോ മനുഷ്യനും അനുഷ്ഠിക്കേണ്ടത് എന്ന് ശിഷ്യന്മാരുടെ ഉപദേശത്തെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ആമുഖമായിട്ട് ഗുരു പറയുകയാണ്. ഈ തത്വചിന്ത അല്ലെങ്കിൽ ധർമാർത്ഥ ചിന്ത മനുഷ്യനെ കൂടുതൽ അവൻ്റെ ഉന്നതമായിട്ടുള്ള തലത്തിലേക്ക്, അവൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് അവനെ കൈപിടിച്ചുയർത്തണം എന്നുള്ള ഒരു നിഷ്കർഷയും ഗുരുവിന് ഇവിടെ ഉണ്ട്. അപ്പോൾ മനുഷ്യൻ അവന് മാത്രമാണ് വിവേകമുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വിവേകശാലിയായ മനുഷ്യൻ അവിവേകത്തോടു കൂടി പ്രവർത്തിക്കുന്നത് നമുക്ക് വളരെ ദുഃഖത്തോടു കൂടി മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ വിവേകശൂന്യനായി മൃഗത്തെ പോലെ? അതുകൊണ്ട് പറയും, മനുഷ്യൻ്റെ രൂപമുണ്ടായിട്ട് കാര്യമില്ല, മൃഗത്തിൻ്റെ സ്വഭാവം. പക്ഷെ മൃഗങ്ങൾ പോലും എത്രയോ കാരുണ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, വിവേകത്തോടു കൂടി. ഇരുകാലി മൃഗമായ മനുഷ്യന് ആ രീതിയിലേക്ക് വളരുവാനും തിരിച്ചറിയാനും സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ദൂഷ്യഫലങ്ങളായിട്ട് നമ്മൾ എന്നാണ് തിരിച്ചറിയുക? ഒരു മനുഷ്യനെ അവൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാര സമ്പന്നരാക്കി ഈ പ്രകൃതി മനോഹരമായി നിലനിൽക്കാനും നമ്മൾക്കെല്ലാവർക്കും സാഹോദര്യത്തോടുകൂടി, സമത്വത്തോടുകൂടി, ആനന്ദത്തോടുകൂടി ഇവിടെ കഴിഞ്ഞുകൂടാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഇന്നറിയപ്പെടുന്ന മതങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതും. അതിൻ്റെ ആചാര്യന്മാർ അങ്ങനെ മനുഷ്യൻ അവൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള തലത്തിലേക്ക് വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അവൻ്റെ ധർമ്മം വിട്ടുള്ള സഞ്ചാരത്തിൽ അവൻ ഒരുപാട് വഴിവിട്ടു പോകുന്നു. അവൻ്റെ കർമ്മങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. ഇതിൽ നിന്ന് അവന് കരകയറാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെയുള്ള ഭീകരവാദത്തിനും ഒക്കെ അടിമകളായിട്ട് മനസ്സിൻ്റെ ദാരിദ്ര്യം അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ ഒരു ബോറിങ് അല്ലേ, അവൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ മാറി ഒക്കെ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകണം. അന്നത്തെ പോലെ തന്നെ
ഇന്നും മനസ്സ് ആ രീതിയിലേക്ക് അധമമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് പോകാതെ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് ഒക്കെയാണ് ഗുരുദേവൻ ഈ ധർമാധർമ്മ വിവേചനത്തിലൂടെ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരിക്കലും മറ്റുള്ളവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമുക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. അടുത്ത ശ്ലോകത്തിലൂടെ ഗുരു എന്താണ് പറയാനായിട്ട് നോക്കുന്നത്? പരോപകാര നിരതേർ ഉഷ്മാഭി സർവദാനഘ അവശ്യമനുസന്ധേയോ ധർമ്മ സർവാർത്ഥ സാധക. പരോപകാര നിരതയും, പരോപകാരത്തിൽ തൽപരന്മാരായിട്ടുള്ള, യുഷ്മാഭിഹി നിങ്ങളാൽ, അനഘ പാപരഹിതവും, സർവാർത്ഥ സാധക സർവാർത്ഥത്തെ ഉദിപ്പിക്കുന്നത് ആയ, ധർമ്മം സർവദാ എല്ലായ്പ്പോഴും, അവശ്യം അനുസന്ധേയ. അപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും പരോപകാര തൽപരന്മാരാണ്. പാപരഹിതമായിട്ടുള്ള സർവാർത്ഥത്തെ ആയിട്ടുള്ള ധർമ്മത്തെ എപ്പോഴും അനുസരിക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പം ധർമ്മത്തെ, ഇപ്പോൾ പരോപകാരം, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോഴും ധർമ്മത്തെ വിട്ടുകൊണ്ട് ഉള്ള ഒരു ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല. സർവാർത്ഥത്തെയും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെയും ഉദിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ധർമ്മത്തെ അനുസരിച്ച് മുന്നോട്ട് പോകണം. പരോപകാര തൽപരത. അപ്പോൾ ഗുരുവിനെ പോലെയുള്ള മഹാത്മാക്കൾ ഈ ജഗത്ത് മിഥ്യയാണ് അല്ലേ പറയുന്നുണ്ട്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. പൂർണ്ണമായിട്ടും അദ്വൈത വേദാന്തികളായിട്ട് പോകുന്ന പ്രത്യേകിച്ച് സന്യാസിമാരെയൊക്കെ ആളുകൾ കാണുന്നത് ഈ ഭൗതിക ലോകത്തോട് യാതൊരു താല്പര്യവുമില്ലാതെ ഇതിൽ നിന്ന് വിരക്തി വന്നിട്ടാണ് അവർ സന്യാസം സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന ആളുകൾ ഈ ലോകത്ത് എങ്ങനെ നന്നായിട്ട് ജീവിക്കണമെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യകതയും വന്നിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ആളുകൾ ചിലപ്പോൾ ചോദിക്കും, എന്തിനാണ് സ്വാമിമാർ സന്യാസിമാർ ഈ കാര്യങ്ങളിലൊക്കെ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരുപാട് വിദ്യ നമുക്ക് ലഭിക്കുമ്പോഴും പരോപകാരത്തെയാണ് ചെയ്യേണ്ടത്, മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഉള്ള അവബോധം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ എപ്പോഴും മത്സരബുദ്ധി വളർത്തുകയാണ്. മറ്റുള്ളവൻ വളരണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, മറിച്ച് എനിക്ക് എങ്ങനെ ഇവിടെ ജയിച്ചു പോകാം, ഞാൻ എങ്ങനെ മുന്നിലേക്ക് വരും. അപ്പം ഞാനും നീയും തമ്മിലുള്ള മത്സരത്തിൽ നിന്നാണ് എനിക്ക് മാത്രം ജയിക്കണം, എനിക്ക് മാത്രം പണമുണ്ടാകണം, എനിക്ക് മാത്രം ഏറ്റവും ടോപ്പിലേക്ക് വരണം, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അനുസരിക്കണം എന്നുള്ള ഒരു വിദ്യയല്ലേ നമ്മുടെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ വിദ്യ ശരിയായിട്ടുള്ള വിദ്യയല്ല എന്ന്, അത് ശരിയായിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ല എന്ന്, അത് ശരിയായിട്ടുള്ള സംസ്കാരമല്ല എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് ഈ ആധ്യാത്മികമായിട്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള തലത്തിൽ വിരാജിക്കുന്ന മഹാത്മാക്കളാണ്. അവർക്കേ പറ്റുള്ളൂ. കാരണം ഈ ലോകത്തോട്, ഈ നമ്മുടെ വ്യവഹാരത്തിൽ, ഈ മത്സരത്തിൽ ഇടപെടാതെ, മത്സരം കൊണ്ട് നമ്മൾ നശിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായത് ഇവർക്കാണ്, ഈ സന്യാസിമാർക്കാണ്. അതായത് ഗുരുവിനെ പോലെയുള്ള മഹർഷിമാർ. അവരാണ് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസം മറ്റു സഹജീവികളോട്,
അവിടെ മത്സരമല്ല വേണ്ടത്. നമ്മൾക്ക് മത്സരബുദ്ധി വരുന്നതിൻ്റെ പ്രധാന കാരണം മറ്റു വ്യക്തിയിലും കുടികൊള്ളുന്നത് തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യം അല്ല എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ്. അവൻ വേറെയാണ്, ഞാൻ വേറെയാണ്. പക്ഷെ മഹർഷി പറയുന്നത് എന്താണ്? അവനിവൻ എന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ, അതിനെക്കുറിച്ച് വിചാരിച്ചാൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം. അപ്പോൾ എന്നിലും നിന്നിലും നിങ്ങളിലും ഓരോരുത്തരിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്നുള്ള ബോധത്തോടുകൂടി, അവബോധത്തോടുകൂടി, തിരിച്ചറിവോടുകൂടി ഇവിടെ നമ്മൾ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം. അത് നമ്മൾ പറയുമ്പോൾ മാത്രമാണ് ഇവിടെ സമത്വവും സാഹോദര്യവും ആനന്ദവുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതല്ലാത്തടത്തോളം കാലം മത്സരബുദ്ധി നമ്മൾ എത്രമാത്രം കൂട്ടുന്നുവോ അത്രയും ഇവിടെ അസ്വസ്ഥതകൾ കൂടുകയുള്ളൂ. അപ്പോൾ മഹർഷി പറയുകയാണ്, അങ്ങനെയല്ല വേണ്ടത്, പരോപകാര തൽപരത. കാരണം എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അതേ ചൈതന്യം തന്നെയാണ് മറ്റു ഓരോരുത്തരിലും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഗീതയൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാവരിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നിസ്വാർത്ഥന്മാരായിട്ട് എല്ലാവരെയും സഹായിക്കാൻ പറ്റുന്നത്. പരോപകാര തൽപരത, അത് ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് നമ്മളിൽ ആ പരിവർത്തനം ഉണ്ടാകേണ്ടത്. പക്ഷേ നമുക്ക് ആ രീതിയിൽ ഉള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല. അത് ഒരു ശ്രീനാരായണ ഗുരുവിലോ ഒരു വിവേകാനന്ദ സ്വാമിയിലോ അല്ലെങ്കിൽ ഒരു ചട്ടമ്പി സ്വാമിയിലോ ഒരു രാമകൃഷ്ണനിലോ ഒക്കെ മാത്രമേ നമ്മൾ കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളവരിലൊക്കെ അവനവന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്, തനിക്ക് വേണ്ടി. അപ്പോൾ തനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് എന്താകുന്നില്ല, ഈ ഒരു രീതിയിൽ സർവാത്മഭാവം വരുന്നില്ല, സോദരത്വേന ബുദ്ധി വരുന്നില്ല. അപ്പോൾ എൻ്റെ പ്രത്യേക കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യാണ്? ഇതിനെ ദൈവത്തിനെയും മതത്തെയും ജാതിയെയും ഒക്കെ ഞാൻ കൂട്ടുപിടിക്കുന്നു, രാഷ്ട്രീയത്തെയും ഒക്കെ. അപ്പോൾ ഏത് തലത്തിലും ഏത് തരത്തിലും നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമുക്ക് ഈ ഒരു ബുദ്ധി വേണം എന്ന് ഗുരു പറയുകയാണ്. പരോപകാരം, അത് ഉപനിഷത്തിൻ്റെയും ഗീതയുടെയും അതുപോലെ തന്നെ നമ്മുടെ സനാതനമായിട്ടുള്ള ധർമ്മത്തിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മതത്തിൻ്റെ പേരിൽ അടികൾ കൂടാത്തത്. ഭാരതത്തിന് അങ്ങനൊരു പാരമ്പര്യമില്ല. എൻ്റെ മതം മാത്രമാണ് ശരി, നീ അതിനകത്ത് വിശ്വസിക്കണം എന്നുള്ള ആ ഒരു കടും നിലപാട് ഇല്ലാത്തതിൻ്റെ കാരണം ഈ സത്തയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയവരാണ് മഹർഷിമാർ. അങ്ങനെ നിസ്വാർത്ഥന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്, സ്വാർത്ഥതയുള്ള ആളുകളെ അല്ല എന്ന് സാരം. അങ്ങനെ നിസ്വാർത്ഥന്മാരായിട്ടുള്ള ആളുകളുടെ പാത നമ്മൾ പിന്തുടരുമ്പോൾ സ്വാഭാവികമായിട്ട്, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം, നമുക്ക് ഈ ലോകത്ത് ഒരു മത്സരബുദ്ധി ഇല്ലെങ്കിൽ എങ്ങനെയാണ് വികാസം ഉണ്ടാകുക? ഇവിടെ പണ്ടത്തെ മഹർഷിമാർ ഭാരതത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അവർ എന്തെല്ലാം രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആയുർവേദത്തിൻ്റെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ യാതൊരു പാർശ്വ ദോഷങ്ങളുമില്ലാത്ത, സൈഡ് എഫക്റ്റുകളില്ലാത്ത ഒരു ഉത്തമമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം. പക്ഷേ ആ ആയുർവേദത്തിന് ഇന്ന് എന്തെങ്കിലും ആ രീതിയിൽ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളതിനെ കാണുന്നുണ്ടോ? ഏതെല്ലാം രീതിയിലുള്ള റിസർച്ചുകളാണ് ആയുർവേദത്തിൽ അവർ നടത്തിയിട്ടുള്ളത്. സിദ്ധ മെഡിസിൻ എടുക്കുമ്പോഴും അതിനകത്ത് എത്രയോ റിസർച്ചുകളാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോഴും യാതൊരുവിധ മത്സരബുദ്ധിയോടുകൂടിയല്ല, അത് ആരോഗ്യകരമായിട്ടുള്ള മത്സരം. അതുകൊണ്ട് തന്നെ ഈ പാർശ്വഫലങ്ങളില്ലാത്ത, നമുക്ക് എപ്പോഴും വിശ്വസിച്ച് നമുക്ക് സ്വീകരിക്കാവുന്ന എത്രയോ മരുന്നുകൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആയുർവേദ ഡോക്ടർമാർക്ക് ഓപ്പറേഷൻ നടത്താമെന്ന് ഒരു
തീരുമാനം വന്നപ്പോൾ നമ്മളുടെ മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർമാരെല്ലാം കൂടി ഭയങ്കര ഗുസ്തിയാണ്. അത് പാടില്ലെന്നാണ്. ഇവരറിയുന്നില്ല പണ്ട് സുശ്രുതനും ചരകനും ഒക്കെ ആയുർവേദത്തിൽ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ആളുകളാണ്. അവർ കണ്ടെത്തിയ ആ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് അത് വെള്ളക്കാർ ഇവിടെ നിന്ന് മോട്ടിച്ചുകൊണ്ടുപോയി ഈ കാണുന്ന രീതിയിലേക്ക് അവർ ഡെവലപ്പ് ചെയ്തത് എന്നുള്ള വസ്തുത അംഗീകരിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള ഡോക്ടർമാർക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്, ഈ ഇന്ത്യയിലുള്ള അലോപ്പതി ഡോക്ടർമാർ കൂടുതൽ പേരും ഈ വെള്ളക്കാരൻ പറഞ്ഞത് മാത്രം വിശ്വസിച്ച് പോകുന്നവരാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ വെറുതെ നമ്മളൊരാളെ ഒന്നിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ആയുർവേദം ഇവിടുത്തെ മഹർഷിമാർ കണ്ടെത്തിയതാണ്. എത്രയോ കണ്ടുപിടുത്തങ്ങൾ ജ്യോതിശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചതിൻ്റെ അടുത്ത് പോലും ഇന്ന് നമ്മുടെ മോഡേൺ സയൻസ് എത്തിയിട്ടില്ല. അങ്ങനെ അദ്വൈത വേദാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിയിലേക്ക് എങ്ങനെ വരാമെന്ന് അവർ മടിയന്മാരായിട്ട് ഇരുന്ന് ഇത് ചെയ്തതല്ല. അവർ വളരെ ഊർജ്ജസ്വലന്മാരായിരുന്നു. ഇത് മടിയന്മാരായിട്ട് പിന്നീട് എങ്ങനെയോ അത് മാറിയതാണ്. അലസന്മാരായി, നിർഗുണന്മാരായി ഒക്കെ അത് കാലത്തിൽ വന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ട് ആധ്യാത്മികത ഒരിക്കലും വികസനത്തെ തടസ്സപ്പെടുത്തുന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ശ്രീനാരായണ ഗുരുദേവൻ, വിവേകാനന്ദ സ്വാമികൾ. ഇവരൊക്കെ ചെയ്തതിൻ്റെ ഒരു കടുകുമണിയോളം പോലും എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ഇന്നും ചെയ്യുന്നുണ്ടോ? ഗുരു നിശബ്ദമായിട്ട് നടത്തിയ വിപ്ലവമുണ്ട്. ഒരു തുള്ളി ചോര പോലും ചിന്താതെ ഇവിടെ നടത്തിയ സാമൂഹികമായിട്ടുള്ള പരിഷ്കരണമുണ്ട്. എല്ലാവർക്കും കൊടുക്കേണ്ട വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം. ഇവിടെ ആരെയും മതം മാറ്റിയിട്ടോ വാളെടുത്തിട്ടോ ഒന്നുമല്ല ഗുരു ഇത് ചെയ്തത്. സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പൂർവികരായിട്ടുള്ള മഹർഷിമാരുടെ ആ വഴി പിന്തുടർന്നുകൊണ്ട് തന്നെ ആരുടെയും വിശ്വാസത്തെ ഹനിക്കാതെ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ പോകുവാനും ജീവിക്കുവാനും എനിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന് സ്വന്തം നട്ടെല്ലിൽ നിവർന്നു നിന്നുകൊണ്ട് ലോകത്തിന് കാട്ടിക്കൊടുത്താണ് ഗുരു. അതും ഈ സനാതന ധർമ്മത്തെ, ഈ സനാതനമായിട്ടുള്ള ഈ ദർശനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഗുരു അത് ചെയ്തത്. ആരുടെ അടുത്തും അത് ഗുരു അവിടെ പോയി ശല്യപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ഇന്നത്തെ സമരമുറകളോ മറ്റുള്ളവനെ ഉപദ്രവിച്ചുകൊണ്ട് മറ്റുള്ളവനെ നശിപ്പിച്ചുകൊണ്ടുള്ള സമരമുറകളാണ്. ഗുരു അങ്ങനെ ചെയ്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വിപ്ലവത്തിൻ്റെ മാതൃക നമ്മൾ പിന്തുടരുകയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എതിർക്കാൻ വന്നവരോട് പോലും ഗുരു എത്ര സൗമ്യമായിട്ട്, എത്ര ഡീസൻ്റായിട്ട്, എത്ര ശാസ്ത്രീയമായിട്ടാണ് അതിന് ഉത്തരം കൊടുത്തത്. എന്തേ നമ്മൾ ഇതൊന്നും കണ്ടുപിടിക്കാത്തത്? പക്ഷെ നമ്മളെയൊക്കെ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ വികലമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് അടിച്ച് വിട്ടിട്ട്, കയറ്റി വിട്ടിട്ട് മറ്റുള്ളവരെ എതിർക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു സംസ്കാരം അതിവിടെ വളരെ ശക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തെ അല്ല ഇവിടെ ഗുരുവൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഗുരുവിൻ്റെ മറ്റുള്ളവരെ പരോപകാര തൽപരന്മാരായിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ ധർമ്മത്തെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിശിതമായിട്ട് ചില കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും. നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരില്ല. നമ്മൾ എവിടെ നിൽക്കുന്നു? അപ്പോൾ അത് മറ്റുള്ളവരോടല്ല ചോദിക്കേണ്ടത്, നമ്മുടെ ഉള്ളിലേക്കാണ് ചോദിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മൾക്ക് നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം ഞാൻ എത്രമാത്രം ഇതിൽ ഗുരു പറഞ്ഞ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്ന് നോക്കേണ്ടത് ഞാനാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള വിശകലനത്തിൽ ഈ വിഷയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്.
ആ സമീപനം. അപ്പോൾ സമൂഹത്തിൽ അക്രമങ്ങൾ നടക്കുമ്പോഴും അവിടെ ശാന്തമായിട്ട് ശാസ്ത്രീയമായിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പോകാം? ഒരാൾ ചെയ്യുന്ന നന്മയെ നന്മയാണെന്ന് പറയാൻ, അത് സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി അതിനെ അംഗീകരിക്കുവാൻ ഒരു മനസ്സുണ്ടാകണം. ഇന്ന് നമുക്കതില്ല. ഞാൻ പറയുന്നത് മാത്രം ശരിയും എന്നെ മാത്രം നിങ്ങൾ സ്തുതിച്ച് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ട് വേറെ ആളുകൾ പറയുമ്പോൾ എന്നോടുള്ള സ്വാർത്ഥത കൊണ്ട് അവരെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. അപ്പോൾ ആരാണോ നന്മ ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരും എത്രയോ കഴിവുകളുണ്ട്, ഏതെല്ലാം ഇതിൽ നമ്മൾ വളരെ മിടുമിടുക്കന്മാരും മിടുക്കികളുമാണ്. അപ്പോൾ ഓരോരുത്തരെയും ആ രീതിയിൽ അവരെ നന്മയെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അംഗീകരിക്കുക. അവരുടെ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ കുത്തിപ്പൊക്കി വീണ്ടും അതിന് വഷളാക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ മറ്റുള്ളവനെ സഹായിക്കുന്ന പരോപകാര തൽപരതയിൽ നിന്നുകൊണ്ട് വേണം കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യേണ്ടത് എന്ന് ആണ് ഗുരു പറയുന്നത്. പിന്നെയോ ഇനി അമുമുദ്ദിശ്യ യത്തത്വം ഏതാവന്തം അനേഹസം വിചിന്തയം പ്രവക്ഷ്യാമി ശൃണുധ്വം തസ്യ സംഗ്രഹം. അപ്പോൾ അമും ഇതിനെ ഉദ്ദിശ്യ, ഈ കാര്യത്തെ ഉദ്ദേശിച്ചിട്ട് യത്തത്വം ഏതൊരു തത്വത്തെ ഏതാവന്തം അനേഹസം ഇത്രയും കാലം, ഏതാവന്തം ഇത്രയും കാലം എന്താണ് വിചിന്തനം ചെയ്തു. അയം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ ഏതൊന്നിനെ കുറിച്ചാണോ ഇത്രയും കാലം സൂക്ഷ്മമായിട്ട് ചിന്തിച്ചത്, വിചിന്തനം ചെയ്തത്, തസ്യ സംഗ്രഹം അതിൻ്റെ സംഗ്രഹം എന്താണ്? പ്രവക്ഷ്യാമി പറയാം, ശൃണുത്വം നിങ്ങൾ അത് കേട്ടാലും. അപ്പോൾ ഗുരു പറയാണ് ഇതിനെക്കുറിച്ച് ഈ രീതിയിൽ ഞാൻ ഒരുപാട് കാലം ചിന്തിച്ചു. അതിൽ നിന്ന് കിട്ടിയ ആ വിചിന്തനം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ അതിൻ്റെ സംഗ്രഹമായിട്ടുള്ള ആ ആശയത്തെ, തത്വത്തെ ഞാൻ എന്തു ചെയ്യാം? നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആ ആശയത്തെ, ആ ദർശനത്തെ ആണ് നമ്മൾ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത്. എന്താണ് ആ കാര്യം? ഏതോ ധർമാത്മനോ ദൃശ്യം ആയാതം ഏന ജീവതി യസ്മിൻ വിലീയമാപ്നോതി തസ്മാത് സർവം തദാത്മകം. എന്താ പറയുന്നത്? യതഃ ഏതൊന്നാണ് ധർമാത്മന ധർമ്മസ്വരൂപത്തിൽ നിന്നും ദൃശ്യം കാണപ്പെടുന്നത്, ആയാതം വന്നിട്ടുള്ളത്, ഏന ഏതൊന്നിൽ നിന്നാണോ ജീവതി ജീവിക്കുന്നത്, യസ്മിൻ ഏതൊന്നിലാണോ വിലയമാപ്നോതി അത് വിലയം പ്രാപിക്കുന്നത്, തസ്മാത് അതുകൊണ്ട് സർവം തദാത്മകം അത് എന്താണ്? എല്ലാം ആ തത്സ്വരൂപമായിട്ട് ധർമ്മസ്വരൂപമായിട്ട് മാറുന്നു അല്ലെങ്കിൽ ഭവിക്കുന്നു. അപ്പോൾ എന്താണോ തൻ്റെ തപസ്സിൽ നിന്ന്, ഇവിടെ ഏതൊന്നിനെ കുറിച്ചാണോ ഇത്രയും കാലം ഗുരു ചിന്തിച്ച് കിട്ടിയതെന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ തപസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആ ഒരു സത്താണ് നമ്മളവിടെ അത് മനസ്സിലാക്കേണ്ടത്. ഇത്രയും നാൾ നാം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കിട്ടിയത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ഗുരു പറയുമ്പോൾ എത്രയോ നാളത്തെ, നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ എത്രയോ നാളത്തെ ഗുരുവിൻ്റെ തപസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആ പ്രകാശമാണ്, ആ സത്യമാണ്, ആ അറിവാണ് നമുക്ക് വേണ്ടി ഗുരു പങ്കുവച്ചത്. ദർശനം അതൊരു സാങ്കല്പികമായിട്ടുള്ള
ഒന്നല്ലായിരുന്നു, അത് യാഥാർത്ഥ്യമായിരുന്നു. നമുക്ക് ഇവിടെ ദൈനംദിനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന സത്യമാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഈ ധർമ്മത്തെ, ധർമ്മമെന്ന് പറയുന്നത് ഏതൊന്നാണോ ഈ പ്രപഞ്ചത്തെ ധരിക്കുന്നത്, ധർമ്മത്തിൻ്റെ വേറൊരു പേരാണ് ശരിക്കും ബ്രഹ്മം, പരമ്പൊരുൾ. അപ്പോൾ പരമ്പൊരുളിന് വേറെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ധർമ്മത്തിൽ ഏതഹ ധർമാത്മനഃ, ഏതൊരു ധർമ്മ സ്വരൂപത്തിൽ നിന്നാണോ ദൃശ്യമായാതം, ഈ കാണപ്പെടുന്നതൊക്കെ വന്നിട്ടുള്ളത് ദൃശ്യമായിട്ട്, നമ്മുടെ കണ്ണിന് കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ എവിടെ നിന്നാണോ വന്നിട്ടുള്ളത്, ഏന ജീവതി, അത് ഏതൊന്നിൽ തന്നെയാണോ നിലനിൽക്കുന്നത്, ജീവിക്കുന്നത്, അത് യസ്മിൻ വിലയമാപ്നോതി, അത് ഏതൊന്നിലാണോ വിലയം പ്രാപിക്കുന്നത്, ലയിച്ചു ചേരുന്നത്, അത് തസ്മാത് സർവം, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത്, എല്ലാം ഈ ധർമ്മത്തിൽ നിന്ന്, ഈ പരമ്പരയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ഗുരു വളരെ ലളിതമായിട്ട് പറയുകയാണ്, ഞാൻ കണ്ടെത്തിയ സത്യം എന്താണ്, ഈ സത്യത്തിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായത്, നമ്മളീ കാണുന്ന ലോകം ഉണ്ടായത്. ഈ ലോകം നിലനിൽക്കുന്നത് ഈ സത്യത്തിലാണ്. ഇനി ഈ ലോകം ലയിച്ചു ചേരുന്നതോ അതും ഈ സത്യത്തിലാണ്, ഈ ധർമ്മത്തിലാണ്. അതുകൊണ്ട് ഈ ധർമ്മത്തെയാണ് നമ്മൾ മറന്നു പോകാതെ, വിടാതെ പിന്തുടരേണ്ടത് എന്ന് യാതൊരു സംശയത്തിനും ഇടവരാതെ ഗുരു നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഈ ധർമ്മത്തെ, ഈ സത്യത്തെയാണ് ആധുനിക വിദ്യാഭ്യാസത്തിൽ നമ്മൾ എന്ത് ചെയ്ത് ഒഴിച്ചു മാറ്റി നിർത്തിയിരിക്കുന്നത്. ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്നുള്ള നിലപാടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ശാപം, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ധർമ്മത്തെ വിട്ടുകൊണ്ട് ധർമ്മമല്ലാത്തതിലേക്ക് ഉള്ള പ്രയാണം, അത് മായയുടെ അതിപ്രസരം, അവിദ്യ എന്ന് പറയും. അപ്പോൾ ഇതിനെ ആധ്യാത്മികമായിട്ടുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അത് അവരുടെ മാത്രം ഒരു പ്രശ്നമാണ് എന്ന് കണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ APJ അബ്ദുൽ കലാം ഒരു വികസിത രാഷ്ട്രമായിട്ട് ഭാരതം മാറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പല മഹാത്മാക്കളുമായി സംവദിച്ച് അതിന് അദ്ദേഹം ചില കാര്യങ്ങൾ കളക്ട് ചെയ്തിരുന്നു, ചില ഒരുപാട് പോയിന്റുകൾ കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ ആശ്രമങ്ങളിലും മഹാത്മാക്കളും അതുപോലെ ഭൗതികവാദികൾ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ആളുകളിൽ നിന്നും പലതും കളക്ട് ചെയ്ത കൂട്ടത്തിൽ ഒരു മഹാത്മാവ്, ഒരു സന്യാസി അതെല്ലാം വായിച്ചിട്ട് പറയുകയായിരുന്നു, ഇതിനകത്ത് ഒരു കാര്യം കൂടി ചേർക്കണം, അതാണ് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ, വാല്യൂസ് അല്ലേ. ആ ധാർമ്മിക മൂല്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രത്തെ, വികസിതമായിട്ടുള്ള ഒരു ഡെവലപ്ഡ് നേഷൻ എന്നുള്ള സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ. കലാം അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയായിരുന്നു. അതാണ് APJ അബ്ദുൽ കലാമിൻ്റെ ഹൃദയവിശാലത. അദ്ദേഹം വെറും ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ മാത്രമല്ല. ഭൗതികത മാത്രം കൈമുതലാകുമ്പോഴാണ് നമുക്ക് പല ശോഷണങ്ങളും സംഭവിക്കുന്നത്, നമുക്ക് പലതും നഷ്ടപ്പെടുന്നത്, നമ്മുടെ കൈവിട്ട് പലതും പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഗുരുവിൻ്റെ അനുഭവത്തിൽ നിന്നും നമ്മളോട് സംവദിച്ച, ഗുരു നമ്മൾക്ക് നൽകിയ ആ ദർശനത്തെ എന്ത് വില കൊടുത്തും ഉള്ളിൽ സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇന്നിവിടെ നിർത്താം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.